potential energy of magnetic dipole in magnetic field. അപ്പോൾ നമ്മൾ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ അവിടെ എന്താ നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്തിട്ട് ഓർക്കുന്നുണ്ടോ? അതായത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, ഇതിനിടയിൽ ഒരു ഇലക്ട്രിക്, അതായത് പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ഇതിനിടയിൽ ഒരു ഡൈപോൾ കൊണ്ടുവെക്കുന്നു. ഈ ഡൈപോളിനെ തീറ്റ ആംഗിളിൽ വെച്ചിട്ട് അതിനെ θ2 ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തുമാത്രം വർക്ക് ഡൺ ചെയ്തു, അതായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നോക്കിക്കോളൂ, നമ്മൾ അതേപോലെ നോർത്ത് പോൾ സൗത്ത് പോൾ അത് വെക്കുകയാണ്. നോർത്ത് പോൾ സൗത്ത് പോൾ, അതേപോലെ നോർത്ത് പോൾ സൗത്ത് പോൾ ഇത് വരയ്ക്കണേ. നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പം നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇതിനിടയിലോട്ട് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവെക്കുകയാണ്. കാരണം മാഗ്നറ്റിക് ഡൈപോളിന് എക്സാമ്പിൾ ഒരു ബാർ മാഗ്നറ്റ് ആണ്. ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവച്ചു. അപ്പം നോർമലി ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഇതും സൗത്ത് പോൾ ഇതുമാണ്. ഇതിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. കണ്ടോ, ഇങ്ങനെയായി. ഓക്കെ, അത് എന്തിന്റെ ഡയറക്ഷനാണ്? ക്യാപിറ്റൽ എമ്മിന്റെ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ഡൈപോൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയായിട്ട് മാറും, ആണല്ലോ. അപ്പം നമുക്കിവിടെ വർക്ക് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോർമൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് ടോർക്ക് ആക്ട് ചെയ്തിട്ട് ഇങ്ങനെ പാരലൽ ആകുന്നതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്, ശരിയല്ലേ? അതായത് ഇപ്പം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം, അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്തണം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിനിടയിലോട്ട് കൊണ്ട് ഒരു മാഗ്നറ്റ് ഡൈപോളിൽ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് എന്തായിട്ട് മാറും? ഇങ്ങനെ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ പോകരുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു എന്ത് കൊടുക്കണം? നമ്മൾ ഒരു വർക്ക് ഡൺ ചെയ്ത് അവനെ ആ പൊസിഷനിൽ ഇങ്ങനെ നിർത്തണം, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇപ്പം ഇത് ഒരു θ1 ആംഗിളിലാണ് ഇരിക്കുന്നത്. ഇവനെ ഇങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും ഞാൻ ഇവനെ ഇങ്ങനെ ആക്കണം. അതായത് ഇങ്ങനെ ആക്കണം. ഇതിനെ നമ്മൾ θ2 ആംഗിൾ എന്നായിരിക്കും. ഇത് നമ്മുടെ θ2 ആംഗിളാണ്. θ2 ഇത് θ2. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ആളിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ, അതായത് ഇതാണ് θ1, ഈ θ1 ഇരിക്കുന്ന ഡൈപോളിനെ നമ്മൾ θ2ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തോരം വർക്ക് ഡൺ ചെയ്യണം, അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഓൾറെഡി നമുക്കറിയാം ഇത് റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഇവിടെ ടോർക്കും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും ആണ് എടുക്കുന്നത്. സാധാരണഗതിയിൽ എന്താണ് ഫോഴ്സും എന്താണ് ടോർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഫോഴ്സും അതേപോലെ ഡിസ്പ്ലേസ്മെന്റും ആണ് എടുക്കുന്നത്, മറ്റേ വർക്ക് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇവിടെ അതിന് പകരം നമ്മൾ ഫോഴ്സിന് പകരം ടോർക്ക് എടുക്കുന്നു, അതേപോലെ ഡിസ്പ്ലേസ്മെന്റിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഫോഴ്സ് ഇവിടെ, അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം നമുക്ക് ടോർക്ക് എന്ന് കൊടുക്കാം. ടോർക്ക് ഇൻറ്റു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊടുക്കാം. എന്തിന്റെ കേസിലാണെന്ന് അറിയാമോ? റൊട്ടേഷണൽ മോഷന്റെ കേസിൽ. ശരിയല്ലേ? ഇത് ശരിക്കും ഒരു റൊട്ടേഷണൽ മോഷനാ, ആണല്ലോ? അപ്പൊ നമുക്ക് വർക്ക് W ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു തീറ്റ എന്ന് എടുക്കാം, ആണല്ലോ? നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന ആളിനെ ഇങ്ങനെ ആക്കാൻ വേണ്ടിയുള്ള ടോട്ടൽ വർക്ക് ഡൺ ഒരുമിച്ച് ഫിസിക്സ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്കറിയാം. നമ്മൾ ചെറിയ ആദ്യം ഇവനെ ഈ പൊസിഷനിലാക്കുന്നു, പിന്നെ ഈ പൊസിഷനിലാക്കുന്നു, പിന്നെ ഈ പൊസിഷനിലാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അതിനെ അപ്പം ചെറിയ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ചെറിയ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വർക്ക് ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ ഫോർ സ്മോൾ വർക്ക് DW ഈസിക്കൽ ടു എന്താ? ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് വരുന്നു. ടോയുടെ വാല്യൂ നമുക്കറിയാം. ടോ ഈസിക്കൽ ടു എന്താ? MB സൈൻ തീറ്റ എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം DW ഈസിക്കൽ ടു എന്താ? നമുക്ക് MB സൈൻ തീറ്റ ഡി തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇപ്പൊ സ്മോൾ വർക്ക്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ടോട്ടൽ വർക്ക്, ടു ഫൈൻഡ് ടോട്ടൽ വർക്ക് we have to integrate,
integrate the above equation within the limit theta 1 and theta 2. അതായത് തീറ്റ 1 തീറ്റ 2 എന്ന് പറയുന്ന ആ ലിമിറ്റിന് ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടോ ശരിയല്ലേ? തീറ്റ 1 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് തീറ്റ 2 എന്ന് പറയുന്ന പൊസിഷനിൽ വരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എത്ര വർക്ക് ചെയ്യണം അതാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ഇന്റഗ്രൽ തീറ്റ 1 to theta 2 dw is equal to integral theta 1 to theta 2 mb sin theta d theta ആണല്ലോ. നമുക്ക് dw നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് w കിട്ടും. w is equal to mb കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ theta 1 to theta 2 sin theta d theta ആണല്ലോ. നമുക്കറിയാം sin തീറ്റയുടെ ഡെറിവേഷൻ അല്ല ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കോസ് തീറ്റ ആണ്. അപ്പൊ w is equal to mb മൈനസ് കോസ് തീറ്റ ലിമിറ്റ് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് തീറ്റ 1 അപ്പർ ലിമിറ്റ് തീറ്റ 2. ഓക്കെ, ഇനി അടുത്ത സെഷൻ അത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞതിലോട്ട് എഴുതുവാണ് mb ഇൻറ്റു നെഗറ്റീവ് കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ w is equal to mb ഇൻറ്റു നെഗറ്റീവ് കോസ് തീറ്റ 2 പ്ലസ് കോസ് തീറ്റ 1 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് w is equal to mb ഇൻറ്റു ഇതിനെ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് എഴുതാം. ഇത് തന്നെ അല്ലായിരുന്നു നമ്മൾ അവിടെ w is equal to pe ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് തീറ്റ 2 ആയിരുന്നു. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് വർക്ക് ഡൺ തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ u is equal to mb ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇതായിരിക്കും ഒരു തീറ്റ 1 ആംഗിളിൽ നിന്ന് തീറ്റ 2 ആംഗിളിലേക്ക് ഒരു ബാർ മാഗ്നറ്റിനെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ അഥവാ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇനി ഇതിന് രണ്ട് കേസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇതിന് രണ്ട് കേസ് ഉണ്ട്, അല്ലാതെ ജനറൽ കേസ് 3 ഉണ്ട്. ഞാനിത് ചെറുതാക്കാം, എഴുതാനുള്ളവരെല്ലാം എഴുതിക്കും. ഇവിടാണോ?
ഓക്കെ, കഴിഞ്ഞെങ്കിൽ ഇതിന്റെ രണ്ട് കേസ് എടുക്കുവാണ്. ഇതിന്റെ രണ്ട് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും കേസ് 1 എന്ന് എഴുതിക്കുക, കേസ് 1 എന്ന് എഴുതിക്കുക. ഇതിന്റെ രണ്ട് കേസ് എടുക്കുകയാണ്. കേസ് 1 എന്ന് എഴുതാം. കേസ് 1 നമ്മൾ അവിടെ എഴുതിയ പോലെ തന്നെ പഠിച്ചത്. ഇവിടെ θ1 ഞാൻ 0 ആയിട്ടും θ2 ഞാൻ ഏതോ ഒരു തീറ്റ ആയിട്ടും എടുത്തിരിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? നമ്മുടെ പടം എങ്ങനെ വരും? നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് എന്താ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതായത് θ1 0 ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെക്കുന്ന പൊസിഷൻ ഇതായിരിക്കും, അതായത് സൗത്ത് നോർത്ത്. കണ്ടോ? ഇപ്പൊ ഇതിന്റെ ആംഗിൾ, അതായത് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഈ കേസിൽ θ1 എന്ന് പറയുന്നത് എന്തായിരിക്കും? θ1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു തീറ്റയിലോട്ട്, ഏതെങ്കിലും ഒരു തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഇനിഷ്യൽ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ. ഇപ്പൊ ഇതിനെ നമ്മൾ വേണ്ടി ഈ ഒരു പൊസിഷനിലോട്ട് വല്ലതും ആക്കാം. ഏതെങ്കിലും ഒരു തീറ്റ ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെ കൊണ്ടുവരുക. അതായത് ഇത് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. ഇങ്ങനെ ഇരിക്കുന്നത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. അതായത് സ്റ്റേബിൾ വേണം എഴുതിക്കോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഓക്കെ, ഇതിപ്പോ ഇതിന്റെ ഇത് θ2 ആയിട്ട് എടുക്കാം. θ2 എന്ന് പറയുമ്പോൾ എന്താ? ഏതോ ഒരു തീറ്റയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ യുവിന്റെ ഇക്വേഷൻ എന്താവും? യുവിന്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം എന്താണ്? mb ഇൻറ്റു കോസ് θ1 മൈനസ് എന്താണ്? കോസ് θ2 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്താ? u ഈസ് ഈക്വൽ ടു mb കോസ് θ1 പകരം എന്ത് കൊടുക്കാം? θ1 പകരം 0 കൊടുക്കാം. കോസ് 0 മൈനസ് എന്താണ്? കോസ് θ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചോദിക്കും കേട്ടോ, ന്യൂമറിക്കലി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. mb ഇൻറ്റു 1 മൈനസ് എന്താ? കോസ് 0 1 ആണ്, 1 മൈനസ് θ. ഓക്കെ, ഇനിയും ഇതിന്റെ രണ്ടാമത്തെ കേസ്, അതായത് ഞാൻ ഇത് രണ്ടും ഒറ്റപ്പടമാണ് കേട്ടോ, ഞാനത് രണ്ടായിട്ട് വരച്ചെന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ബാർ മാഗ്നറ്റിനെ ഇങ്ങനെയാക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണിത്. അതായത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ്. കണ്ടോ? ഈ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്തിരിക്കും, ഈ നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്ത് സ്റ്റേബിൾ പൊസിഷനിലായിരിക്കുന്നതെന്ന് അർത്ഥം. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് ഡൺ അഥവാ പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഫസ്റ്റ് കേസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ്, കേസ് 2. എഴുതിയില്ലെങ്കിൽ പറയണം, കാണിച്ചു തരാം. രണ്ടാമത്തെ കേസ്, കേസ് 2ല് θ1 എന്ന് പറയുന്നത് ഞാൻ 90 എടുക്കുകയാണ്. θ2 എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു ആംഗിൾ. അതായത് ഡൈപോളിനെ ആദ്യം തന്നെ ഞാൻ, ബാർ മാഗ്നറ്റിനെ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് കൊണ്ടുവച്ചിരിക്കുക. അതായത് ഇതാണ് നമ്മുടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ ബാർ മാഗ്നറ്റിനെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുക. കണ്ടോ? ഇതാണ് ഇതിപ്പോ θ1 ആണ്. θ1 എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടോ 90 ആണ്. ഇതിൽ നിന്ന് വേറെ ഏതെങ്കിലും ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ഏതെങ്കിലും ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ വേറെ അതിന്റെ അടുത്ത പടം വരയ്ക്കുവാണെങ്കിൽ നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, അത് ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ആംഗിൾ ആയിക്കോട്ടെ. ഇതിപ്പം ഒരു θ2 ആംഗിളാണ്. θ2 എന്ന് പറയുമ്പോൾ ഏതോ ഒരു തീറ്റ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ. അപ്പൊ നമ്മുടെ വർക്ക് ഡൺ യുടെ ഇക്വേഷൻ എന്താ? u ഈസ് ഈക്വൽ ടു mb ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ u ഈസ് ഈക്വൽ ടു mb ഇൻറ്റു കോസ് θ1 എന്ന് പറയുമ്പോഴത്തേക്കും കോസ് 90 മൈനസ് കോസ് θ എന്ന് വരുന്നു. കോസ് 90 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പൊ u ഈസ് ഈക്വൽ ടു u എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണ്. u ഈസ് ഈക്വൽ ടു mb ഇൻറ്റു കോസ് 90 0 മൈനസ് കോസ് θ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ u ഈസ് ഈക്വൽ ടു mb കോസ് θ എന്ന് എഴുതാം, നെഗറ്റീവ് mb കോസ് θ എന്ന് എഴുതാം. നമുക്കറിയാം രണ്ട് വെക്റ്റർ ക്വാണ്ടിറ്റി, ഇത് രണ്ടും വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അതിനെ കോസ് θ വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിനെ ഡോട്ട് പ്രോഡക്റ്റ് ആക്കി എഴുതാം. u ഈസ് ഈക്വൽ ടു എന്താ? നെഗറ്റീവ് വെക്റ്റർ m ഡോട്ട് വെക്റ്റർ b. ഇത് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ രണ്ട് കേസാണ്. ഇത് കൂടാതെ ജനറൽ കേസ് ഉണ്ട്, അത് 3 ഉണ്ട്. അത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽ ആയിട്ടും ചോദിക്കാറുണ്ട്.
ഓക്കെ. ഇത് കൂടാതെ 3 ജനറൽ കേസസ് കൂടെ ഉണ്ട്. ജനറൽ കേസ് എന്നും കൂടെ എഴുതിക്കോ. ജനറൽ കേസ്. ജനറൽ കേസ് എന്ന് പറയുമ്പോൾ എല്ലാം സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പൊസിഷണൽ ആംഗിൾ അല്ലായിരിക്കും നോക്കുന്നത്, റൊട്ടേറ്റിംഗ് ആംഗിളാണ്. നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയ എന്താ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വെക്കുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് θ1 ആംഗിൾ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ആംഗിൾ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, ഇതിപ്പോൾ θ2 ആംഗിളാണ്. അപ്പം ഇപ്പം നമ്മൾ പൊസിഷണൽ ആംഗിൾ വെച്ചിട്ടാണ് നോക്കിയത്. എന്നാൽ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ആ റൊട്ടേറ്റിംഗ് ആംഗിൾ, അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടി എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഈ ആംഗിൾ വെച്ചിട്ടായിരിക്കും ജനറൽ കേസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് ഇപ്പം തന്നെ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെ, ജനറൽ കേസ് എന്ന് എഴുതുക. ജനറൽ കേസ് എന്ന് എഴുതുക. എന്നിട്ട് അതിനകത്ത് if we are rotating dipole from its stable position to any angle theta, ഈ തീറ്റ എന്ന് പറയുമ്പോൾ ആ പൊസിഷണൽ ആംഗിൾ അല്ല, ആ റൊട്ടേറ്റിംഗ് ആംഗിൾ ആണ്. ഞാൻ പറഞ്ഞു പൊസിഷണൽ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ θ1, വേറൊരു ഇതിലോട്ട് റൊട്ടേറ്റിംഗ് കണ്ടോ, ഇത് θ2 ഉണ്ടോ, ഇത് പൊസിഷണൽ ആംഗിൾ. ഇതെല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, അതായത് നമ്മൾ ഇപ്പം നോക്കാൻ പോകുന്നത് ഇതിന്റെ റൊട്ടേറ്റിംഗ് ആംഗിൾ ആണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ ആക്കാൻ വേണ്ടി കണ്ടോ ഇത്രയും തീറ്റ റൊട്ടേറ്റ് ചെയ്തു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ 3 കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ, അത് എപ്പോഴും ആ വ്യത്യാസം മനസ്സിലാക്കിക്കോണം. ഓക്കെ, അപ്പം ആ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കേസും ഇവിടെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ലിമിറ്റ് ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാം സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലിമിറ്റ് ഇടാതെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം dw ഈസിക്കൽ എന്താ, dw ഈസിക്കൽ ടു ടോ ഡി തീറ്റ ആണ്. അപ്പം ഇന്റഗ്രൽ dw ഈസിക്കൽ എന്താ, ഇന്റഗ്രൽ ടോ ഡി തീറ്റ ആണ്. dw ഇന്റഗ്രൽ എടുക്കുമ്പോൾ w വരുന്നു. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ ടോ എന്ന് പറയുമ്പോഴത്തേക്കും mb സൈൻ തീറ്റ ഡി തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ w ഈസിക്കൽ ടു mb പുറത്തെടുത്തു, ഇന്റഗ്രൽ എന്താണ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരുന്നു. നമുക്കറിയാം സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ നെഗറ്റീവ് കോസ് തീറ്റ ആണ്. അങ്ങനെ w ഈസിക്കൽ ടു mb ഇൻറ്റു നെഗറ്റീവ് കോസ് തീറ്റ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ w ഈസിക്കൽ ടു നെഗറ്റീവ് mb കോസ് തീറ്റ എന്ന് വരുന്നു. നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞതിന്റെ ഒരു കേസിൽ ഇക്വേഷനും എന്ത് തന്നെയായിരുന്നു, നെഗറ്റീവ് mb കോസ് തീറ്റ തന്നെയായിരുന്നു. അത് വരുന്നതും ഇത് വരുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് റൊട്ടേറ്റിംഗ് ആംഗിൾ ആണ് നമ്മൾ ഈ തീറ്റ ആയിട്ട് എടുക്കുന്നത്. മറ്റേത് ലിമിറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് നമ്മളത് എടുക്കുന്നത്. അത് തെറ്റിപ്പോലെ രണ്ട് കേസാണ്. ഓക്കെ ആണല്ലോ, അപ്പം ഇത് വെച്ചിട്ടാണ് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് w മാറ്റിയിട്ട് എന്താക്കാം, u ആക്കിയിട്ട് എഴുതാം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ജനറൽ കേസിന്റെ 3 ഇത് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. if θ ഈസ് ഈക്വൽ ടു 0, തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ. ഇത് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനിടയിൽ ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ. കണ്ടോ, ഇതിപ്പോ θ0 ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം, ഒരു വർക്ക് ഡൺ ഉണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ അറിയാണ്, അതൊരു പൊസിഷനിൽ ഇരിക്കുമല്ലയോ ആണ്. അപ്പൊ ഈ θ0 ആണെങ്കിൽ നമ്മുടെ u ഈസിക്കൽ ടു എന്താ, u ഈസിക്കൽ ടു നെഗറ്റീവ് mb കോസ് 0 ആണ്. കോസ് 0 എന്ന് പറയുമ്പോഴത്തേക്കും 1 ആണ്. അപ്പം u ഈസിക്കൽ ടു എന്താ, നെഗറ്റീവ് mb ഇൻറ്റു 1 വരുന്നു. അപ്പൊ u ഈസിക്കൽ ടു എന്താ, നെഗറ്റീവ് mb വരുന്നു. u ഈസ് മിനിമം കണ്ടീഷൻ ഫോർ u എന്നൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇതാണ് എഴുതേണ്ടത്, വരച്ചും കാണിക്കേണ്ടി വരും മിനിമം. ഇതിന്റെ കേസ് 1 ആണ്. അതേപോലെ തന്നെ if theta is equal to 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ആളിനെ അവിടെ നിന്ന് 90 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാ. അപ്പൊ ചെയ്യേണ്ട, അല്ലെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി. അപ്പം ശരിക്കും എന്താണ്, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നു. ഡൈപോൾ ഇങ്ങനെയാണ് ഇരുന്നത്. ഇതിനെ അവിടുന്ന് എന്താക്കുക, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ. ഇതിനെ നമ്മൾ എന്താക്കാൻ പോവാ, ചോദിച്ചോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു നോക്കണേ.
കുഞ്ഞുങ്ങളെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എവിടം വരെ കേട്ടായിരുന്നു ഒന്ന് പറയാമോ? കുഞ്ഞുങ്ങളെ എവിടം വരെ കേട്ടു എന്ന് പറയാമോ? അല്ലോ ഒന്ന് കീർത്തന ഒന്ന് പറഞ്ഞേ. കീർത്തന കേൾക്കാമോ? തീറ്റ ഈസ് ഈക്വൽ 0 ആണോ? അതെ സർ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, തീറ്റ ഈസ് ഈക്വൽ ടു 0, അതായത് നമ്മളിപ്പം എന്താണ് റൊട്ടേറ്റിംഗ് ആംഗിൾ വെച്ചിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ തീറ്റ 0 ആകുമ്പോൾ അതിനർത്ഥം എന്താന്ന് നോക്കിയേ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനകത്ത് നമ്മൾ ബാർ മാഗ്നറ്റിനെ കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക, ഇത് സൗത്ത് ഇത് നോർത്ത്, കണ്ടോ? ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇവിടെ വർക്ക് ഡൺ എന്താ, അതായത് തീറ്റ 0 കാരണം എന്താ, ഇവിടെ എന്താണ് മാഗ്നറ്റിക് മൊമെന്റ് ഇത് നോക്കിയെന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ്. ഓക്കെ. ഒന്ന് നോക്കിക്കോളൂ, നമ്മൾ കാണാമോ? ഓക്കെ, നമ്മളൊരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുന്നു. നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പം ഇവിടെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ഇതിനിടയിലോട്ട് ഒരു ബാർ മാഗ്നറ്റിനെ ഞാൻ ഇങ്ങനെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വെച്ചിരിക്കുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇതിന്റെ നോർത്ത് പോളും ഇതിന്റെ സൗത്ത് പോളും ഒരേ സൈഡിലായിരിക്കും, ഇതിന്റെ നോർത്ത് പോളും ഇതിന്റെ സൗത്ത് പോളും ഒരേ സൈഡിൽ. അപ്പം അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കും. അങ്ങനെയാണ് തീറ്റ 0 കാരണം എന്താ, ഇവിടെ മാഗ്നറ്റിക് മൊമെന്റ് എമ്മിന്റെയും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ എംബിയുടെ ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾ 0 ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം. ആ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് യു ഈസ് ഈക്വൽ ടു എന്താ, നെഗറ്റീവ് എം ബി കോസ് 0 വരും. കോസ് 0 1 ആണ്. യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി എന്ന് വരും, എം ബി ഇൻറ്റു 1 എന്ന് വരും. അങ്ങനെയാണ് യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എന്താണ്, യു ഈസ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ യു ഈസ് മിനിമം എന്ന് കൊടുക്കാം. മിനിമം കണ്ട നെഗറ്റീവ് അല്ലേ, യു ഈസ് മിനിമം. പരീക്ഷയ്ക്ക് മിനിമം കണ്ടീഷൻ ഒക്കെ ചോദിച്ച് ഒത്തിരി പ്രാവശ്യം പരീക്ഷ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിത്ത് അതിന്റെ ഡയഗ്രം ഒക്കെ ഒന്ന് വരച്ച് കാണിക്കാൻ പറഞ്ഞ് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വേറെ ക്വസ്റ്റ്യൻ അകത്തുനിന്ന് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാനൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓർക്കുക. അതേപോലെ അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോൾ ബാർ മാഗ്നറ്റിനെ ഇവിടെ നിന്ന് ഇങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്തോരം പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അതാണ് കണ്ടോ. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതിനെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് ആംഗിൾ 90 ഡിഗ്രിയാണ്, ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി കോസ് 90 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി കോസ് 90 0 ആണ്. യു ഈസ് ഈക്വൽ ടു 0. അതായത് ഡൈപോളിനെ നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി കണ്ടോ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യേണ്ട വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഒരു കേസ് കൂടെ ഉണ്ട്. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി കോസ് 180 ആണ്. കോസ് 180 നെഗറ്റീവ് 1 ആണ്. യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എം ബി ഇൻറ്റു നെഗറ്റീവ് 1 വരുന്നു. അപ്പൊ യു ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എം ബി. അതായത് യു എന്ന് പറയുമ്പോൾ യു ഈസ് മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ചെയ്യേണ്ടത് അങ്ങനെയാണ്. എങ്ങനെയാണെന്നറിയോ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോളിൽ സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു. ആദ്യം ഇങ്ങനെയായിരുന്നു ഈ ഡൈപോൾ ഇരുന്നത്, അതായത് സൗത്ത് ഇവിടെ നോർത്ത് ഇവിടെ. ഇങ്ങനെ ഇരിക്കുന്നതിനെ ഇങ്ങനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താക്കണമെന്ന് അറിയാമോ, തിരിച്ചു കൊണ്ടുവരണം. അതായത് നോർത്ത് ഇവിടെയും സൗത്ത് ഇവിടെയും കൊണ്ടുവരണം. മനസ്സിലായോ? അത് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ഡൺ ആണ്. അത്രയും വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്
നമ്മൾ ഈ തീറ്റ 180 ഡിഗ്രി വെച്ചിട്ട് യു മാക്സിമം ആയിട്ട് കണ്ടുപിടിച്ചത്. ഈ 3 കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ടോപ്പിക്ക് തീരും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 2 ക്ലാസ് മതി ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. ഇപ്പൊ ഇന്നൊരു ക്ലാസ്സും അടുത്തൊരു ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അപ്പൊ അടുത്ത ടോപ്പിക്ക്, ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ നമ്മൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. എവിടാ, ഏതാ? 90 ഇതാ. ഓക്കെ, ഇനിയും അടുത്ത ഒരു ഹെഡിങ് എഴുതിക്കോ, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. നമ്മൾ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചിരുന്നു. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. പരീക്ഷയ്ക്ക് ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഹെഡിങ് എഴുതുക, ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത് ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് സീറോ. അതായത് ഒരു ക്ലോസ്ഡ് സർഫസിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് സീറോ ആയിരിക്കും എന്നാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്. അതായത് ദാറ്റ് ഈസ് 5b, ഇതാണല്ലോ മാഗ്നറ്റിക് ഫ്ലക്സ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് എന്ന് എടുക്കാം, ഈസ് ഈക്വൽ ടു 0. ഈ ഡി എസ് എന്ന് പറയുന്നത് സർഫസിന്റെ കൺസെപ്റ്റ് ആണ്. അതായത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. അതായത് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത്. നമ്മളൊരു ചാർജ് കൺസിഡർ ചെയ്യുന്നു. ഈ ചാർജ് എന്ന് മുള്ളുപോലെ കുറേ ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതിന്റെ വെളിയിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെ 90 ഡിഗ്രിയിൽ പോകുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ്, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ സർഫസിൽ കൂടെ കടന്നു പോകണം, അതും 90 ഡിഗ്രിയിൽ.
അപ്പം ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക്, ഞാനൊരു ഉദാഹരണം എടുക്കാം. ഞാൻ ഒരു ബാർ മാഗ്നറ്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്കറിയാം ബാർ മാഗ്നറ്റ് നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെയാണ്. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു, നോർത്ത് പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യുന്നു, ഇവിടെയും ഇങ്ങനെ അല്ലേ. ഇനി ഇവിടെ നിങ്ങൾ ഒരു സർഫസ് കൺസിഡർ ചെയ്യാണ് വെളിയിൽ. ഈ സർഫസിൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയാമോ? അത് ഇവിടെ തുടങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്താ കാരണം? അങ്ങനെ പോകുന്നില്ല. ഇതിന് വെളിയിൽ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസ്ഡ് സർഫസിൽ കൂടെ 90 ഡിഗ്രിയിൽ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നില്ല. അങ്ങനെ 90 ഡിഗ്രിയിൽ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഫ്ലക്സ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇപ്പം ഒരു 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 ചാർജ് ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ചാർജ്, അതായത് എന്താണ്, ഡൈപോൾ ചാർജ് വരുവാണെങ്കിലും ഈ അവസ്ഥ തന്നെയാണ്. ഒരു ഇൻഡിവിജ്വൽ ചാർജ്, ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുക. അതിന്റെ വെളിയിലോട്ട് മാഗ്നറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേറ്റ് ചെയ്യുന്നുണ്ട്, സൂര്യകിരണം പോലെ ഇല്ലേ. അപ്പം അതിന്റെ വെളിയിൽ നിങ്ങൾ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ഫെറിക്കൽ സർഫസ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതേ കൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് എല്ലാം പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ സർഫസിൽ കൂടെ കടന്നു പോകുന്നത്. ആ ഫീൽഡ് ലൈൻസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ ഒരു കൂട്ടത്തെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡൈപോളിനെ സംബന്ധിച്ച്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം, ഒരു ബാർ മാഗ്നറ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ബാർ മാഗ്നറ്റിന്റെ ഒരു സൈഡിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? വെളിയിലോട്ട് ഇറങ്ങുക, അതായത് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്. ഇവിടെ ഫീൽഡ് ഔട്ട്വേർഡും അതേപോലെ ഇവിടെ ഫീൽഡ് ഇൻവേർഡുമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വെളിയിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഒരു ഫീൽഡ് ലൈനും ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിൽ ബി 0. മാഗ്നറ്റിക് ഡൈപോളിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. അപ്പം മാഗ്നറ്റ് ഒരിക്കലും ഇൻഡിവിജ്വൽ പോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു. അതായത് ഐസൊലേറ്റഡ് പോൾസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. മാഗ്നറ്റിക് ഡൈപോൾസ്, അതായത് നമ്മളിപ്പോ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് പൊട്ടിച്ചാൽ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ആയിട്ട് മാറത്തില്ല. പകരം ആ പൊട്ടിയ ഭാഗം ഏതാണോ അതിന് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒരു ബാർ മാഗ്നറ്റ്, ഇത് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ, ഇങ്ങനെ പൊട്ടിക്കുവാണെങ്കിൽ ഇത് നോർത്ത് പോൾ ആയിട്ടും ഇത് സൗത്ത് പോൾ ആയിട്ടും മാറൂല. പകരം ഇവിടെ ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും ഡെവലപ്പ് ആവും. മനസ്സിലായോ? അപ്പം നമുക്ക് ഒരിക്കലും എന്താണ്, അതിന് വെളിയിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെ ഒരു ഫീൽഡ് ലൈൻസ് പോലും പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഡൈപോളിന്റെ കേസിൽ പോവില്ല. അതുകൊണ്ട് തന്നെ ഈ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസത്തിനകത്ത് അദ്ദേഹം പറയുന്നത് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് വിൽ ബി 0 എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത് മനസ്സിലായി. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പടവും വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്കാണ്, 2 മാർക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അറ്റ് വൺ പോൾ ഫ്ലക്സ് ഈസ് ഇൻവേർട്സ് ആൻഡ് at other pole flux is outward. Hence cancels each other. So net flux becomes 0. ഇനിയും ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലാണെങ്കിലും ഫ്ലക്സ് 0 ആണ് കേട്ടോ. അതായത് ഫൈ എന്ന് പറയുന്നതും എപ്പോഴും 1/ε0 ഇൻറ്റു ക്യൂ നെറ്റ്. നമുക്കറിയാലോ ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് ഫൈ ഇ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ നെറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഇൻഡിവിജ്വൽ ചാർജിന്റെ കേസിൽ മാത്രമേ വരത്തുള്ളൂ. അവിടെയും ഒരു ഡൈപോൾ വരിക, ഒരു പോസിറ്റീവ് ക്യൂ ഒരു നെഗറ്റീവ് ക്യൂവും വരിക. അപ്പൊ എന്താ, പോസിറ്റീവ് ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് നെഗറ്റീവ് ക്യൂവിൽ എൻഡ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾ വെളിയിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൽ കൂടെയും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകാൻ പോകുന്നില്ല. അപ്പം ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിലും ഫ്ലക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നുള്ളത് കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അപ്പം അത് വേണമെങ്കിൽ ചുമ്മാ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇൻ കേസ് ഓഫ് individual charges charges. 1/ε0 × 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷ 1 / 10⁻⁷
that is electric monopoles. Electric monopoles. Flux will not become zero. അതായത് ഒറ്റയ്ക്കുള്ള ഇങ്ങനെ പോസിറ്റീവ് ക്യൂ ആൻസർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്, സൂര്യകിരണം പോലെ പുറത്തേക്കാണ് പോകുന്നത്. അതിന്റെ വെളിയിൽ നിങ്ങളൊരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ആ സർഫസ് കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് കുറേ ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഫ്ലക്സ് ഉണ്ട് എന്നർത്ഥം. നേരെ മറിച്ച് എന്താണ്, ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ എന്താണ്, ഫ്ലക്സ് സീറോ ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫ്ലക്സ് will be zero. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4 ടേം പഠിക്കാനുണ്ട്. അതിനകത്ത് ചെറിയൊരു ഡെറിവേഷൻ, വളരെ ചെറിയൊരു ഡെറിവേഷൻ, സിമ്പിളായിട്ട് പഠിക്കാം. ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഞാൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 4 ടേം ഉണ്ട്. ഒന്ന് മാഗ്നറ്റൈസിങ് ഫീൽഡ്, ഒന്ന് പെർമിയബിലിറ്റി, ഒന്ന് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഒന്ന് സസെപ്റ്റബിലിറ്റി. ഈ 4 ഡിഫൈനും ചെയ്യണം, അതിന്റെ കൺസെപ്റ്റും മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയലും കൂടെ ഉള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല. അപ്പം ഞാൻ ഇന്ന് എന്താണ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് മാഗ്നറ്റിസത്തിനകത്തെ ഒരു 2 ടോപ്പിക്ക് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാം. എന്നിട്ട് ബാക്കി 2 ടോപ്പിക്കും പിന്നെ അതേപോലെ തന്നെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ, ഡയമാഗ്നറ്റിക്, പാരാഫെറോ, അത് കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ. പിന്നെ ഈ ഹിസ്റ്ററിസിസ് കർവ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇതിനകത്ത് പഠിക്കാനുണ്ട്, എന്നാൽ അത് സിലബസിൽ ഇല്ല കേട്ടോ. അപ്പം നിങ്ങളെ സ്കൂളിൽ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രം ഞാനത് പഠിപ്പിച്ചു തരാം. ഓക്കെ. സിലബസിൽ പഠിക്കാനില്ല, അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം മുമ്പ് അത് കട്ട് ചെയ്തതാ. പക്ഷെ ചില സ്കൂളുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് കിട്ടും, ക്വസ്റ്റ്യൻ വരത്തില്ല അത് വേറെ കാര്യം, ക്വസ്റ്റ്യൻ വന്നാൽ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എഴുതിക്കോ, ടേംസ് അസോസിയേറ്റഡ് വിത്ത് magnetism. Terms associated with magnetism. അതിൽ ഒന്നാമത്തേത് മാഗ്നറ്റൈസിങ് ഫീൽഡ് ആണ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് H എന്ന് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫീൽഡിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ദ ഫീൽഡ് വിച്ച് മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ്. നിങ്ങൾക്ക് അടുത്ത ഒരു ടേം പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് ഞാൻ തീർത്തു തരാം, നോക്കിക്കോളൂ, ഇത് എഴുതിക്കോ. ദ ഫീൽഡ് വിച്ച് മാഗ്നറ്റൈസ് എ സബ്സ്റ്റൻസ്. ഇതിനകത്ത് മാഗ്നറ്റൈസിങ് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, അതായത് കൺഫ്യൂഷൻ വരുന്ന 2 ടേമുകളാണ്. ഒന്ന് മാഗ്നറ്റൈസിങ് ഫീൽഡ്, ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യുന്ന ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് അതിന്റെ ടോട്ടൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താണെന്ന് കാണിക്കുന്ന കൺസെപ്റ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നിപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊരു മാഗ്നറ്റ് ആണ്. അപ്പം ഇതൊരു നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണെങ്കിൽ വേറെ ഒരു സബ്സ്റ്റൻസിനെ ഞാൻ ഇപ്പം എന്തായാലും ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇത്രയും ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. എനിക്ക് വേറൊരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്യണേ എന്ത് ചെയ്താൽ മതി? ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കുറെ നേരം കൊണ്ടുവച്ചാൽ മതി എന്ന് ഓർത്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ സ്ട്രോങ് ആയിരിക്കും, ഇവിടെ കുറച്ചുകൂടെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് കുറഞ്ഞായിരിക്കും ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് റഫ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. എന്നാൽ ഞാനൊരു മാഗ്നറ്റിനെ എനിക്ക് ഒരു സബ്സ്റ്റൻസിനെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ ഇവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതിന്റെ ഇത്രയും മാഗ്നറ്റിക് എഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഇതിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി
അല്ലെ മാഗ്നറ്റ് ആക്കാൻ സഹായിക്കുന്ന ഇതിന്റെ ഫീൽഡിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ ഫീൽഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ഈ ചെറിയ ചെറിയ വേരിയേഷൻസ് മനസ്സിലാക്കിക്കോണം. കാരണം ഇത് ഡെഫിനിഷൻ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, പക്ഷെ ക്വസ്റ്റ്യനകത്ത് ഇത് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ്. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ളൊരു ഇക്വേഷൻ റിലേഷൻ ഉണ്ട്. ബി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് ആയിരിക്കും. അത് ഒരു മീഡിയത്തിലാണെങ്കിൽ, ഇൻ എ മീഡിയം. ഇനിയും അത് ഫ്രീ സ്പേസിലാണെങ്കിൽ ബി നോട്ട് ഈസ് ഈക്വൽ ടു അല്ല ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് എന്ന് വേണമെങ്കിലും പറയാം. അതായത് അത് ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇതൊന്ന് എഴുതിയിട്ടേക്ക്. രണ്ടാമത്തേത് പെർമിയബിലിറ്റി. ഈ പെർമിയബിലിറ്റി എന്താന്നുള്ള കാര്യം നമ്മൾ ആ മാഗ്നറ്റിസം, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പഠിപ്പിച്ചപ്പോഴും അതല്ലാതെ ഇലക്ട്രോസ്റ്റാറ്റിക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ എപ്സിലോൺ 0 പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്. അതായത് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയത്തിലൂടെ മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള അതിന്റെ ടെൻഡൻസിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തിനകത്തൂടെ മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം എനിക്ക് കടത്തിവിടാനുള്ള കഴിവുണ്ട്, അതാണ് എൻ്റെ പെർമിയബിലിറ്റി. ഓക്കെ ആണല്ലോ. അത് ഓരോന്നിനും മാറിയിരിക്കും. ഇപ്പം മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അതിന് വാല്യൂ ഉണ്ട് 4π × 10⁻⁻⁷ ആണ്. എന്നാൽ ഓരോ മീഡിയത്തിനും പെർമിയബിലിറ്റിയുടെ വാല്യൂ വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം എന്താ? ഓരോ മീഡിയവും അതിന്റെ സവിശേഷതകൾ അനുസരിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡിനെ കടത്തിവിടുന്നത്. അതാണ് എന്റെ കാര്യം. പക്ഷെ ഇക്വേഷൻ വഴി എഴുതുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ വേറെ ആയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് എഴുതുന്നത് ഇറ്റ് ഈസ് അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. പെർമിയബിലിറ്റി ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. മ്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ബി ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. മുകളിലത്തെ ഇക്വേഷനെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാക്കിയത് തന്നെയാണ് സാധനം, അല്ല വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനിയും ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പെർമിബിലിറ്റി ഉണ്ട്, മ്യൂ 0 പെർമിബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഉണ്ട്. ഇത് മീഡിയത്തിന്റെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മൂന്നാമത്തെ ടേം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം മോളിൽ പറഞ്ഞ രണ്ട്, അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന്റെ സവിശേഷതകളാണ് പറഞ്ഞത്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പം ഞാനൊരു മാഗ്നറ്റ് ആണ്. ഇപ്പം സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു മാഗ്നറ്റ് ആണ്. എൻ്റെ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ അറിവുണ്ട്. അതാണ് എൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ. അപ്പൊ ഞാൻ ആ അറിവ് നിങ്ങളിലേക്ക് തരികയാണ്. അപ്പം നമ്മുടെ ക്ലാസ് റൂം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ട് ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ബെഞ്ചിലും നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, എൻ്റെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടുക ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അത്രയും ബെഞ്ചിലായിരിക്കും. കാരണം അവരാണ് ഇന്നുമായിട്ട് അടുത്തിരിക്കുന്നത്. അവർക്കാണ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നത്. അതെ, ഈ പുറകിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരാളുടെ ബുക്ക് വായിച്ചാണ്, ഒരു സ്റ്റുഡന്റിന്റെ, എന്താണ് പേര് ഞാൻ പറയുന്നില്ല. അപ്പം അദ്ദേഹം അറ്റവും മുറിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും പുറകിലാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത്. അപ്പം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് വ്യത്യാസം. അത് എന്തോ പുറകെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം കൂടുതൽ മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി ഉള്ളത് ഏറ്റവും ഫ്രണ്ടിലാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് 3 ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് നല്ല രീതിയിൽ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുന്നു. അതിന്റെ പുറകിലോട്ട് എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ക്ലാസ്സിൽ മൊത്തം ഉണ്ട്. ആ പുറകിൽ വരെ എന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ആ മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി കുറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ കിട്ടുന്നത് ആർക്കായിരിക്കും? ഫസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നല്ലതായിട്ട് എഴുതാൻ പറ്റുന്നത് ഫസ്റ്റ് 3 ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും. മനസ്സിലായോ? അതാണ് ആ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിഗ്രി വിത്ത് വിച്ച് ദ സബ്സ്റ്റൻസ് ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. ഞാൻ പറയുന്ന കാര്യം
എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നു ആ ആൾക്ക്, അതാണ് അതിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കാൻ പറ്റുക. ഇപ്പൊ എന്റെ ക്ലാസ് റൂമിൽ അറ്റ് എ ടൈം ഒരു 20 പിള്ളേരെ അല്ലെ 25 പിള്ളേരെ വരുള്ളൂ. നിങ്ങളുടെ സ്കൂളിലത്തെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിലത്തെ കാര്യം ചിലപ്പോൾ ഒരു 40 പിള്ളേർ കാണും. അപ്പൊ 40 പിള്ളേർ വരുന്ന സമയത്ത് അവസാനമൊക്കെ ഇരിക്കുന്നവര് അവിടെ എന്താണ് ബിങ്കോ കളിച്ചാലും, പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ ക്ലാസ് ടൈമിലൊക്കെ ഇങ്ങനെ ബിങ്കോ കളിക്കാറ്. അപ്പൊ ബിങ്കോ കളിച്ചാലും ടീച്ചർമാരെ അറിയാൻ പോകുന്നില്ല, അങ്ങനെ ഒരു അത്രയും പിള്ളേരുണ്ടെങ്കിൽ. അപ്പൊ അതാണ് അവിടുത്തെ കാര്യം. അപ്പം ഈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ ആള് മാഗ്നറ്റൈസ് ആവുന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം എന്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഈ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇപ്പൊ എഴുതിക്കോ, the degree with which the substance get magnetized or അത് ഒരു രീതിയിൽ അത് പറയാം, or it is the magnetic dipole moment per unit volume. I is equal to, നമുക്ക് ഇങ്ങനെ എഴുതാം, dipole moment divided by volume, അതായത് capital M divided by V. ഒരു ടേം കൂടെ ഉണ്ട്, സസെപ്റ്റബിലിറ്റി. കുഞ്ഞുങ്ങളെ, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫിസിക്സ് പഠിക്കുന്നവർക്ക് മാത്രമാണ് ഇതെല്ലാം നിങ്ങളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേപോലെ അല്ലേ, ഏകദേശം ഒരേ മീനിങ് പോലെ അല്ലേ എന്നെ ഇരിക്കുന്നതെല്ലാം, അല്ല വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ഫിസിക്സ് പഠിക്കുന്നവർക്ക് മാത്രം ആ ചെറിയ നേരിയ വ്യത്യാസം മനസ്സിലാക്കി എടുത്താൽ മതി. അല്ലാതെ ഒരു ജനറൽ കൺസെപ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാലും മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞാലും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ കൺസെപ്റ്റിൽ പറയാം. പക്ഷേ ഇതിനെല്ലാം ചെറിയ നേരിയ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഫിസിക്സ് പഠിക്കുമ്പോൾ അത് ആ വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അടുത്തത് പറയുമ്പോഴും നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതുമായിട്ട് ഒരു ബന്ധം തോന്നും. സസെപ്റ്റബിലിറ്റി. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ it is the ratio of magnetic field intensity to magnetizing field. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു പെർമിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും കടത്തിവിടാനുള്ള കഴിവ്. അങ്ങനെ കടത്തിവിടുമ്പോൾ എത്രത്തോളം എന്താണ് പെട്ടെന്ന് മാഗ്നറ്റൈസ് ആവാൻ പറ്റുന്നു, അതാണ് അതിന്റെ സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടോ? അപ്പം ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എത്രത്തോളം ഞാൻ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കണ്ടോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പം അതാണ് അതിന്റെ ഇത്. ഇപ്പോൾ സസെപ്റ്റബിലിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ കൈ ആണ്. കൈ ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു ചെറിയ ഡെറിവേഷൻ ഇവിടെ പഠിക്കാനുണ്ട്. അത് ചോദിക്കാറൊന്നുമില്ല. ഇനിയും നമ്മുടെയൊക്കെ ഒരു ഗ്രഹപ്പുഴയ്ക്ക് അത് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനതൊക്കെ പഠിപ്പിക്കുകയാണ്. എല്ലാ വർഷവും അത് എന്താണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്, പക്ഷെ ചോദിക്കാറില്ല. എന്നാലും ഞാനത് പഠിപ്പിക്കാം. ഓക്കെ. relation between permeability and susceptibility. അതിനകത്ത് പറയാനുള്ള വേറെ കാര്യമൊന്നുമില്ല, നമുക്കറിയാം. ഇത് എങ്ങനെ എഴുതിക്കോ, when the magnetic material is placed. നമ്മൾ സാധാരണ ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡ് ആണ് കേട്ടോ. സോളിനോയിഡിന്റെ ആ ഗ്യാപ്പിനകത്തോട്ട് ഇപ്പൊ ഞാൻ ഇരുമ്പ് ആണിയെ കൊണ്ട് സോളിനോയിഡിന്റെ ഗ്യാപ്പിനകത്തോട്ട് കൊണ്ടുവച്ചിട്ട് സോളിനോയിഡിനകത്തോടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ആ ഇരുമ്പാണി എന്തായിട്ട് മാറും, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും.
അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്തു, ഇതിന്റെ തൊട്ടടുത്ത് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുവച്ചു. അങ്ങനല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും സോളിനോയിഡിന്റെ സഹായത്തോടു കൂടിയായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ when the magnetic material is placed in the magnetic field, in the magnetic field of the solenoid, it get magnetized ആണല്ലോ, it get magnetized. then അവിടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ആ എന്താണ് സോളിനോയിഡ് മുഖാന്തരം അത് മാഗ്നറ്റൈസ് ആവുമല്ലോ, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും സം ആയിരിക്കത്തില്ലേ അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കത് നോക്കാം. then total magnetic field is the sum of magnetic field due to solenoid and field due to magnetization, field due to magnetization. അതായത് അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ B ഈസ് ഈക്വൽ ടു ബി, അതായത് ആ ആളുടെ അതായത് ആരെയാണോ ഏത് മെറ്റീരിയൽ ആണ് ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് സോളിനോയിഡിനകത്ത് വെക്കുന്ന സമയത്ത് ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ആവും, അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്ലസ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ബി എം എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ഇത് സോളിനോയിഡിന്റെ ആണ് എടുക്കുന്നത്, ബി ഒ എന്ന് പറയുന്നത് നമ്മൾ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടും ബി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണ് ബി നോട്ടിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, μ0 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എഴുതിയത്. ഓക്കെ ആണല്ലോ. പ്ലസ് ഇവിടെ വരുന്ന സമയത്ത് ഇത് μ0 ഇൻറ്റു ഐ എന്ന് എഴുതും. ഇത് ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് μ0 എച്ച് വന്നതെന്നുള്ളത് നമുക്കറിയാം. എന്താ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ബി യുടെ ഇക്വേഷൻ എന്താ μ0 എച്ച് ആണ്. അപ്പൊ ആ മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തുകൊണ്ട് μ0 ഐ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സോളിനോയിഡിന്റെ മൊത്തം മാഗ്നറ്റിക് ഫീൽഡും ആ മെറ്റീരിയലിന് കിട്ടുമോ, ഇല്ല, അതിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അനുസരിച്ചുള്ള ഫീൽഡ് ആണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അവിടെ അതുകൊണ്ടാണ് μ0 ഐ വന്നത്. നിങ്ങൾ അത് ഓർത്തു വെക്കാൻ വയ്യെങ്കിൽ കാണാൻ പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, μ0 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എച്ച് പ്ലസ് ഐ വരും. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ട്രിക്ക് ഉപയോഗിക്കുകയാണ്, നിങ്ങൾക്ക് നോക്കിയോ, ഈ μ0 ഇവിടെ നിന്ന് ഒരു എച്ച് കൂടെ കോമൺ എടുക്കുക. അപ്പൊ എച്ച് ഇവിടെ കോമൺ എടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എച്ച്, ഇവിടെ എച്ച് ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എച്ച് കോമൺ എടുക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ, ഞാൻ ഈ ഐയുടെ കൂടെ മുകളിലും താഴെയും എച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു, വാല്യൂന് വ്യത്യാസം വരത്തില്ല. ഇപ്പൊ എച്ച് കോമൺ എടുക്കാമല്ലോ. ഇപ്പൊ എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, ഇവിടെ 1 പ്ലസ് എന്തെന്ന് വരും, ഐ ബൈ എച്ച് വരും. ശരിയല്ലേ, അത് ഓർത്തു വെച്ചോണം. നമുക്കറിയാം ഐ ബൈ എച്ച് എന്ന് പറയുമ്പോൾ സസെപ്റ്റബിലിറ്റി ആണ്. ബി ഈസ് ഈക്വൽ ടു μ0 എച്ച് ഇൻറ്റു 1 പ്ലസ് എന്തെന്ന് വരുന്നു, 1 പ്ലസ് കൈ എന്ന് വരുന്നു ആണല്ലോ. ഈ എച്ചിനെ ഞാൻ താഴെ കൊണ്ടുവരുന്നു, അപ്പൊ ബി ബൈ എച്ച് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 1 പ്ലസ് കൈ എന്ന് വരുന്നു. ബി ബൈ എച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മ്യൂ ആണ്. ശരിയല്ലേ, മ്യൂ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 1 പ്ലസ് എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വേണം നമുക്ക് നിർത്താം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർമിബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി ആയി ഓൾറെഡി അല്ലേ. അപ്പോൾ ഇവിടെ കൊണ്ട് വേണം നിർത്താം. ഇനി വേണേ നിങ്ങൾക്ക് റിലേറ്റീവ് പെർമിബിലിറ്റിയുടെ ടേംസിൽ എഴുതാം. കാരണം മ്യൂവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ μ0 ഇൻറ്റു മ്യൂ ആർ എന്ന് എഴുതാം. അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ μ0 ഇൻറ്റു മ്യൂ ആർ ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു 1 പ്ലസ് കൈ ആക്കാം. ഇവിടെ μ0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ആർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കൈ. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ 2011 പാസ് ഔട്ട് ആണ്. ആ സമയത്തൊക്കെ ഇത് ചോദിക്കുമായിരുന്നു. അപ്പം അന്നേരം ആ സമയം 2015 വരെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇതങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ഇതിനകത്തൊന്ന് ചോദിക്കുന്നത് ആദ്യം പഠിപ്പിച്ച 3 ഡെറിവേഷൻ ഷുവർ, അതിൽ ഏതിലും ഒരെണ്ണം ചോദിക്കും. രണ്ടാമത് ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഭാഗത്തുനിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോർക്ക്, ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. പിന്നെ വരുന്നത് ഈ നമ്മളിപ്പം അടുത്ത പഠിപ്പിക്കാൻ പോകുന്നത് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, അതിന്റെ എക്സാമ്പിൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ളത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇനിയിപ്പോ നമുക്ക് എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയലും കൂടെ ഉള്ളൂ. അതും പഠിച്ച്
ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് കൂടെ നാളെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നാളെ കൊണ്ട് തീരും. ഓക്കെ ആണല്ലോ. അത് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. വളരെ പാരാമാഗ്നറ്റ്, ഫെറോമാഗ്നറ്റ്, അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുറെ എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കാം. അപ്പൊ നിങ്ങൾ ആ പ്രോപ്പർട്ടി കാണാതെ പഠിക്കേണ്ടി വരില്ല.